എല്ലാവർക്കും നമസ്കാരം. ഞാൻ റെജി ടി, സീനിയർ ഇൻസ്ട്രക്ടർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഗവൺമെൻറ് ഐ ടി മലമ്പുഴ. ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഡ്രൈവ്സ് എന്താണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതായത് പലതരത്തിൽ സ്റ്റാർട്ടർ മോട്ടറിൽ നിന്നും ഡ്രൈവ് എഞ്ചിൻ ഫ്ലൈ വീലിലേക്ക് കൈമാറുന്നതായിട്ട് പറഞ്ഞു. ബെൻഡിക്സ് ഡ്രൈവ് ഉണ്ട്, ഫോളോ ത്രൂ ബെൻഡിക്സ് ഡ്രൈവ്, മാനുവലി ഓപ്പറേറ്റഡ് ഷിഫ്റ്റ് ഡ്രൈവ് മെക്കാനിസം, സോളിനോയിഡ് സ്വിച്ച് ഓപ്പറേറ്റഡ് ഷിഫ്റ്റ് ഡ്രൈവ് മെക്കാനിസം, ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ. ഇതിൽ ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ നമ്മൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഒരു ഹെവി മോട്ടോർ വെഹിക്കിളിൽ സ്റ്റാർട്ടർ മോട്ടറിന് എൻജിൻ ഫ്ലൈ വീലിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ഹൈ ടോർക്ക് ആവശ്യമായിട്ട് വരുന്നു. കാരണം 6 സിലിണ്ടർ എൻജിൻസൊക്കെയാണ് സാധാരണയായിട്ട് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമൽ വേയിൽ ഒരു ഡ്രൈവ് പിൻ മെക്കാനിസം കൊടുത്തുകൊണ്ട് അത്രയും വലിയൊരു ഹെവി ഫ്ലൈ വീലിനെ തിരിപ്പിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ ഡ്രൈവ് മെക്കാനിസത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി ടോർക്ക് എങ്ങനെ നല്ല രീതിയിൽ കൈമാറാമെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഡ്രൈവ് മെക്കാനിസമാണ് ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ ഡ്രൈവ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സാധാരണ സ്റ്റാർട്ടർ മോട്ടോർ ഉപയോഗിക്കുന്ന ഒരു സോളിനോയിഡ് സ്വിച്ച് അല്ല, 2 വേ 2 പ്രാവശ്യമായിട്ട് 2 സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ടർ മോട്ടറിലേക്ക് ഡ്രൈവ് കൊടുക്കുന്ന ഒരു സോളിനോയിഡ് സ്വിച്ചാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോ ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ് എന്താണ് എന്നുള്ളതും, ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആർമേച്ചർ ഡ്രൈവ് സ്റ്റാർട്ടിംഗ് മെക്കാനിസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Axial and coaxial type starting motors. Both axial and coaxial motors are used in heavy duty arrangements. Both systems ensure that the pinion does not receive full power until it has engaged with the ring gear on the flywheel. Axial starter motor ആണെങ്കിലും coaxial starter motor ആണെങ്കിലും ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് അറേഞ്ച്മെൻറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് സിസ്റ്റത്തിലും ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട്. ഡ്രൈവ് പിനിയൻ ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഫുൾ പവർ അതിന് ലഭ്യമാകുന്നത് ആദ്യമായിട്ട് പിനിയനും ഫ്ലൈ വീലും എൻഗേജ് ചെയ്തതിന് ശേഷമാണ്. ബാക്കി എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവ് പിനിയനെ നമ്മൾ ഫ്ലൈ വീല് റിംഗ് ഗിയറുമായിട്ട് എൻഗേജ് ചെയ്തതിന് ശേഷമാണ് ഡ്രൈവ് കിട്ടുന്നതെങ്കിലും ഇതിൽ 2 തരത്തിൽ പവർ ഡ്രൈവ് പിനിയന് കിട്ടുന്നത്. ആദ്യമായിട്ട് ഡ്രൈവ് പിനിയൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഫ്ലൈ വീൽ റിംഗ് ഗിയറുമായിട്ട് എൻഗേജ് ചെയ്യുന്നത്. അത് വളരെ ചെറിയൊരു പവറിൽ ചെറിയൊരു ടോർക്ക് വെച്ചിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ പിനിയൻ വളരെ സ്ലോയിൽ തിരിഞ്ഞ് ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി മെഷ് ചെയ്ത് കഴിഞ്ഞ് ഫുള്ളി എൻഗേജ്ഡ് ആയതിന് ശേഷം മാത്രമേ ഡ്രൈവ് പിനിയന് ഫുൾ പവർ സ്റ്റാർട്ടർ മോട്ടറിൽ നിന്നും റൊട്ടേറ്റ് ചെയ്ത് ഫ്ലൈ വീലിനെ കറക്കാനായിട്ട് ലഭ്യമാകുള്ളൂ. ഇത്തരത്തിലാണ് ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടർ ആണെങ്കിലും കോ ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടർ ടൈപ്പ് ആണെങ്കിലും ഡ്രൈവ് മെക്കാനിസം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടർ എന്താണെന്ന് നോക്കാം. In an axial starter motor, the pinion is engaged in the flywheel gear by sliding the entire armature and pinion assembly along the axis of the motor. മോട്ടറിൻ്റെ ആർമേച്ചർ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ട് പിനിയനും ആർമേച്ചർ അസംബ്ലിയും ഒന്നാകെ മുന്നോട്ട് ഫോർവേഡായിട്ട് മൂവ് ചെയ്തതിന് ശേഷമാണ് ഇതിലെ ഡ്രൈവ് പിനിയൻ എന്ന് പറയുന്നത് ഫ്ലൈ വീൽ റിംഗുമായിട്ട് എൻഗേജ് ആവുന്നത്. The armature is held outside of the field poles by means of a spring. ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫീൽഡ് കോയിലും ആർമേച്ചറായിട്ടും ഒരേപോലെ കിടക്കുന്നതിന് പകരം ആർമേച്ചർ ഷാഫ്റ്റും ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്ന അസംബ്ലി എന്ന് പറയുന്നത് ഫീൽഡ് വൈൻഡിങ്ങിന് പാരലായിട്ടല്ല കിടക്കുന്നത്, അങ്ങോട്ടും ഫേസ് ടു ഫേസ് അല്ല കിടക്കുന്നത്. ഒന്ന് മാറിയിട്ടാണ് ഫീൽഡിൽ നിന്നൊന്ന് മാറിയിട്ടാണ് ആർമേച്ചർ അസംബ്ലി കിടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു സ്പ്രിങ് ആർമേച്ചറിനെ ഫീൽഡിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. Once the field poles are engaged or armature poles are engaged, the armature be drawn into the magnetic field and the pinion will engage with the starter ring gear. എപ്പോഴാണോ ഫീൽഡ് പോള് ചെറുതായിട്ടൊന്ന് എനർജൈസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് പോൾ അല്ലെങ്കിൽ ആർമേച്ചറിനും ഫീൽഡ് പോളിനും ഇടയ്ക്കൊരു മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യുന്നത്, വളരെ ചെറിയ തോതിൽ മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് ആർമേച്ചർ അസംബ്ലി ഒന്നാകെ ഫീൽഡിന് താഴേക്ക് വന്ന് നിൽക്കും. ഇപ്പോൾ മാത്രമേ ആർമേച്ചറും ഫീൽഡും ഒരേ ലൈനിൽ വരുന്നതായിട്ട് ഈ സിസ്റ്റത്തിൽ സംഭവിക്കുന്നുള്ളൂ. കോ ആക്സിയൽ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഗിയർ സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്
നമ്മൾ സ്ലൈഡിങ് ആർമേച്ചറാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ കോ ആക്സിയൽ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഗിയർ, ഡ്രൈവ് പിനിയൻ മാത്രം സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ്, അതിനെയാണ് കോ ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്. സിമിലർ ടു ദാറ്റ് ഓഫ് ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ, ദ കോ ആക്സിയൽ സ്റ്റാർട്ടർ മോട്ടോർ മൂവ്സ് ദ പിനിയൻ ഇൻ ടു എൻഗേജ് അണ്ടർ റെഡ്യൂസ്ഡ് പവർ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഫുള്ളി മെഷർഡ് ഓൺലി വെൻ ദ ഫുൾ പവർ ഈസ് അപ്ലൈഡ്. അതായത് ചെറിയൊരു പവറും കൊണ്ട് പോയിട്ട് പിനിയൻ കറങ്ങിക്കൊണ്ട് പോയിട്ട് ഫ്ലൈ വീൽ റിംഗറായിട്ട് എൻഗേജ് ചെയ്യും. എൻഗേജ് ചെയ്തതിന് ശേഷം മാത്രമേ പിനിയന് ഫുൾ പവർ അവൈലബിൾ ആവുന്നുള്ളൂ. ദ മെയിൻ ഡിഫറൻസ് ഈസ് ദ മെത്തേഡ് ഓഫ് സ്ലൈഡിങ് ദ പിനിയൻ ഇൻ ടു മെഷ് വിത്ത് ദ റിംഗ് ഗിയർ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഹോൾ ആർമേച്ചർ അസംബ്ലി മൂവിങ് ആക്സിയലി ഇൻ ദിസ് ടൈപ്പ് മൂവ്സ് ഓൺലി ദ പിനിയൻ ഫോർ എൻഗേജ്മെൻറ്റ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഡിഫറൻസ് എന്താണ്? ആക്സിയൽ ടൈപ്പും കോ ആക്സിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ആക്സിയൽ ടൈപ്പിൽ പിനിയൻ ആൻഡ് ആർമേച്ചർ അസംബ്ലി ഒന്നാകെ മൂവ് ചെയ്തിട്ടാണ് ഫ്ലൈ വീൽ റിംഗ് അറേഞ്ച്മെൻറ്റ് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ, കോ ആക്സിയൽ ടൈപ്പിൽ പിനിയൻ മാത്രം ഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് ഫ്ലൈ വീൽ റിംഗിറായിട്ട് എൻഗേജ് ചെയ്യുന്നു. എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കോ ആക്സിയൽ ടൈപ്പിൻ്റെ ഒരു സ്വിച്ചിൻ്റെ കാര്യമാണ്. കോ ആക്സിയൽ ടൈപ്പിലാണെങ്കിലും ആക്സിയൽ ടൈപ്പാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സോളിനോട് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത് ഒരു കോ ആക്സിയൽ ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ വൈൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. SOL എന്ന് പറയുന്ന സോളിനോയിഡ് ടെർമിനലാണ്. മെയിൻ ടെർമിനൽ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നു. സോളിനോയിഡ് ടെർമിനൽ എന്ന് പറയുന്ന അതിൽ വൈൻഡിങ് കറണ്ട് ഒഴുകുന്ന സമയത്ത് സോളിനോയിഡ് വൈൻഡിങ് എന്ന് പറയുന്നത് മെയിൻ ടെർമിനലുമായിട്ട് സർക്യൂട്ട് വരുന്നു. ഇങ്ങനെ മെയിൻ ടെർമിനലിലേക്ക് വരുന്ന സർക്യൂട്ട് സോളിനോയിഡ് ടെർമിനലിലേക്ക് പോയിട്ട് എർത്ത് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മെയിൻ ടെർമിനലിൽ നിന്നും ബാറ്ററിയിൽ നിന്നൊരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് ബാറ്ററി എന്നുള്ള കണക്ഷൻ സോളിനോയിഡ് ടെർമിനലിൽ എത്തുന്നുണ്ട്, മെയിൻ ടെർമിനലിൽ എത്തുന്നുണ്ട്. പക്ഷേ മെയിൻ ടെർമിനലിൽ നമ്മൾ ഫസ്റ്റ് കോൺടാക്റ്റ് അവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോളിനോയിഡ് വൈൻഡിങ്ങിലെത്തുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് സോളിനോയിഡ് വൈൻഡിൽ കൂടെ ഒഴുകുകയും ഒരു മാഗ്നറ്റൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് കോൺടാക്റ്റിൻ്റെ നിൽക്കുന്ന കോൺടാക്റ്റ് ബ്രിഡ്ജിനെ അട്രാക്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ നോക്കി കാണാം, സെക്കൻഡ് കോൺടാക്റ്റ് ഉണ്ട്, മുകളിൽ ഫസ്റ്റ് കോൺടാക്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. എപ്പോഴാണ് സോളിനോയിഡ് എനർജൈസ് ചെയ്യുന്നത്, അത് കോൺടാക്റ്റ് ബ്രിഡ്ജിനെ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോൺടാക്റ്റ് ഫസ്റ്റ് വണ്ണായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു. ആ സമയത്തും സെക്കൻഡ് കോൺടാക്റ്റ് ഓപ്പൺ ആയി തന്നെ നിൽക്കുന്നു. അതായത് സാധാരണ ഈ രണ്ട് കോൺടാക്റ്റും കോൺടാക്ട് ചെയ്ത് സ്റ്റാർട്ടർ മോട്ടറിലേക്ക് ഡ്രൈവ് പോകുന്ന സിസ്റ്റത്തിലുള്ള ഒരു സോളിനോയിഡ് സ്വിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത്. ഇതിൽ ഫസ്റ്റ് കോൺടാക്റ്റ് ആദ്യം കോൺടാക്റ്റ് ആകുകയും അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കോൺടാക്റ്റ് ആവുന്നത്. ഫസ്റ്റ് കോൺടാക്റ്റ് ആയിക്കഴിഞ്ഞാൽ സർക്യൂട്ട് നോക്കുക, നേരെ റെസിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്തൂടെ പോകുന്നുണ്ട്. റെസിസ്റ്ററിൽ കൂടെ കയറി നേരെ ഫീൽഡ് വൈൻഡിങ്ങിലെത്തി, നേരെ ആർമേച്ചർ ബ്രഷിലെത്തി, ആർമേച്ചർ വൈൻഡിങ്ങിൽ കയറി നെഗറ്റീവ് ബ്രഷിൽ കൂടെ എർത്തായിരിക്കുന്നു. അപ്പോൾ സോളിനോയിഡ് സ്വിച്ചിൻ്റെ ഫസ്റ്റ് ടെർമിനൽ കോൺടാക്ട് ചെയ്താൽ ബാറ്ററിയിൽ നിന്നൊരു കറണ്ട് മെയിൻ ടെർമിനലിലെത്തുകയും ഫസ്റ്റ് കോൺടാക്റ്റിൽ കൂടെ കയറുകയും റെസിസ്റ്റൻസിലൂടെ പോവുകയും അത് നേരെ ഫീൽഡ് വൈൻഡിങ്ങിൽ എത്തുകയും അത് നേരെ ആർമേച്ചർ വൈൻഡിങ് കൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് ആർമേച്ചർ അസംബ്ലിയും ഫീൽഡ് ഓയിലും തമ്മിലൊരു ചെറിയ തോതിലുള്ള മാഗ്നറ്റൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആർമേച്ചർ വളരെ ചെറിയ തോതിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഇനീഷ്യ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് ഡ്രൈവ് പിനിയൻ കറങ്ങിക്കൊണ്ട് പോയി ഫ്ലൈ വീലിലേക്ക് എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫ്ലൈ വീലിൽ പോയിട്ട് പിനിയൻ ഫുള്ളി എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ആകുമ്പോഴത്തേക്കും സോളിനോയിഡ് ഒന്നുകൂടി എനർജൈസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് കോൺടാക്റ്റ് ആവുന്നു. അതിൻ്റെ ഫലമായി മെയിൻ ടെർമിനലിൽ നിന്നും ഫസ്റ്റ് കോൺടാക്റ്റ് സെക്കൻഡ് കോൺടാക്റ്റ് നേരെ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിൽ കൂടെ നല്ലൊരു കറണ്ട് ഫ്ലോ കിട്ടുകയും അതിൻ്റെ ഫലമായി മോട്ടോർ എനർജൈസ് ചെയ്യും. പിനിയൻ നല്ലൊരു ടോർക്കിൽ ഫ്ലൈ വീൽ റിംഗിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനീഷ്യലായിട്ട് പോകുന്ന സമയത്ത് പിനിയൻ കറങ്ങിക്കൊണ്ട് പോയിട്ട് വളരെ സ്ലോയിൽ ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കൊണ്ടാണ് എൻഗേജ് ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് എത്തുമ്പോഴത്തേക്കും ഫ്ലൈ വീൽ റിംഗിൽ എൻഗേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡ്രൈവ് പിനിയൻ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലിരിക്കുന്ന സമയത്ത് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പിനിയൻ ഈസി ആയിട്ട് ഫ്ലൈ വീലിനെ കറക്കാനായിട്ടും സാധിക്കുന്നു. ഇങ്ങനെ മെയിൻ സർക്യൂട്ട് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടുള്ള സർക്യൂട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ കുറയുകയും ചെയ്യുന്നു. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്കണക്റ്റ് ആവുന്നു, മോട്ടറിൻ്റെ സ്പീഡ് കുറയുന്നു. തൊട്ടടുത്താകുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഇല്ലാതാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് കോൺടാക്റ്റ് ഡിസെൻഗേജ് ആവുന്നു. ഡ്രൈവ് പിനിയൻ ഫ്ലൈ വീലിൽ നിന്നും ഡിസെൻഗേജ് ആയി വരികയും ചെയ്യുന്നു. എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നതും ഡിസെൻഗേജ് ചെയ്യുന്നതും ത്രൂ ഓവർ എൻഡ് ക്ലച്ചിൻ്റെ സഹായത്താലായതുകൊണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഡ്രൈവ് പിനിയൻ ഫ്ലൈ വീൽ റിംഗറുമായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ പിനിയനെ ആർമേച്ചർ ഷാഫ്റ്റുമായി ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സ്പീഡ് കുറഞ്ഞ് ഇറങ്ങി വരുന്ന പിനിയൻ എപ്പോഴാണോ ആർമേച്ചർ ഷാഫ്റ്റിൻ്റെ സ്പീഡിലേക്ക് എത്തുന്നത് ആ സമയത്ത് വീണ്ടും പിനിയനും ആർമേച്ചർ ഷാഫ്റ്റും കണക്റ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഡ്രൈവ് മെക്കാനിസത്തിനാണ് കോ ആക്സിയൽ ടൈപ്പ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത് നോക്കാം, ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ആക്സിയൽ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആർമേച്ചർ ടൈപ്പ് സ്റ്റാർട്ടർ മോട്ടർ എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സിംപ്ലിഫൈഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്റ്റാർട്ടർ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. ഇൻ ദി ഫിഗർ ദ മോട്ടർ ഈസ് ഷോൺ ഇൻ ദ റെസ്റ്റ് പൊസിഷൻ. ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ആർമേച്ചർ എന്ന് പറയുന്നത് ഫീൽഡ് കോയിലിന് ഇൻലൈനായിട്ടല്ല കിടക്കുന്നത്, കുറച്ച് മാറിയാണ് കിടക്കുന്നത്. മുകളിൽ നോക്കിയാൽ കാണാം, കോണ്ടാക്റ്റ് പോയിൻ്റ്, ഫസ്റ്റ് പോയിൻ്റ് കോണ്ടാക്റ്റും സെക്കൻഡ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നതും ഓപ്പണായി തന്നെ കിടക്കുന്നുണ്ട്. ദ ആർമേച്ചർ ഈസ് ഹെൽഡ് ബൈ എ സ്പ്രിങ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഓഫ്സെറ്റ് ഓഫ് ദ ഫീൽഡ് പോൾസ്. ഫീൽഡ് പോൾസ് മാറി നിൽക്കാൻ കാരണം റിട്ടേൺ സ്പ്രിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ സ്പ്രിങ് ആർമേച്ചർ അസംബ്ലിയെ കുറച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആർമേച്ചർ അസംബ്ലിയും പോൾ ഷൂസ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നതും ഒരേ ലൈനിലല്ല വന്നിരിക്കുന്നത്. എപ്പോഴാണോ കോണ്ടാക്റ്റ് പോയിൻ്റ് ഫസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ഇതിനകത്തോട് പോകുന്നത്, ആ സമയത്ത് ആർമേച്ചർ ഫീൽഡ് കോയിലും എനർജൈസ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ആർമേച്ചർ സ്പ്രിങ്ങിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇടതുവശത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് പോൾ ഷൂസിന് നേരെ വന്നിട്ട് ഒരേ ലൈനിലായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എത്തുമ്പോഴത്തേക്കും ഡ്രൈവ് പിൻ എന്ന് പറയുന്നത് ഫ്ലൈ വീൽ റിംഗുമായിട്ട് എൻഗേജ്ഡ് പൊസിഷനിലും ആയിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോണ്ടാക്റ്റിനെ കൂടാതെ കൊടുത്തിരിക്കുന്ന 2-3 പാർട്ടുകളും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന്, മെയിൻ ഫീൽഡ് കോയിൽ, ബാറ്ററിയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് മെയിൻ ബാറ്ററി സ്റ്റാർട്ടർ മോട്ടോർ പോയിന്റിലെത്തിയതിന് ശേഷം ബാറ്ററി സോളിനോയിഡ് സ്വിച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് എത്തണം. പക്ഷേ കോണ്ടാക്റ്റ് കൊടുക്കുന്നത് സോളിനോയിഡ് സ്വിച്ചാണ്. സോളിനോയിഡ് സ്വിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഈ മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അത് നോക്കിയാൽ കാണാം, ഒരു പോയിൻ്റിൽ നിന്നാണ് വരുന്നത്, മെയിൻ പോയിൻ്റിൽ നിന്ന് വരുന്നു, മെയിൻ ടെർമിനൽ നിന്ന് വരുന്നു, ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് ശേഷം നേരെ ബ്രഷിൽ കൊടുത്തിരിക്കുന്നു. ബ്രഷ് ആർമേച്ചർ കോയിലിൽ കൂടെ ഒഴുകി നെഗറ്റീവ് ബ്രഷിൽ കൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാണോ 2 കോണ്ടാക്റ്റും കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് മാത്രമേ മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് ഒഴുകുകയുള്ളൂ. കൂടാതെ നോക്കി കാണാം, ഒരു ആക്സിലറി സീരീസ് ഫീൽഡ് കോയിലും കൊടുത്തിട്ടുണ്ട്, ഒരു ഷണ്ട് ഫീൽഡ് കോയിലും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എടുത്തിരിക്കുന്നത് ടെർമിനൽ കോണ്ടാക്ട് ചെയ്യുന്ന ബ്രിഡ്ജിൽ നിന്നാണ്, സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൽ നിന്നാണ്. എപ്പോഴാണോ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ആ സമയത്ത് ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് കഴിഞ്ഞ ഫിഗറിൽ നോക്കി കാണാം, ഫസ്റ്റ് കോണ്ടാക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നൊരു സപ്ലൈ നേരെ കയറി ആക്സിലറി സീരീസ് വൈൻഡിങ്ങിൽ കൂടെയും ഷണ്ട് വൈൻഡിങ്ങിൽ കൂടെയും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഷണ്ട് വൈൻഡിങ് എർത്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ സർക്യൂട്ട് നിൽക്കുന്നു. ആക്സിലറി സീരീസ് ഫീൽഡ് കോയിലിൽ കൂടെ കയറുന്ന കറണ്ട് നേരെ വന്ന് ആർമേച്ചറിൽ കൂടെ കയറി ആർമേച്ചറിൽ വൈൻഡിങ്ങിൽ കൂടെ കയറി നെഗറ്റീവ് ബ്രഷിലൂടെ എർത്ത് ചെയ്തായിട്ട് കാണാം. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നതിന് പാരലായിട്ടാണ് ആക്സിലറി സീരീസ് വൈൻഡിങ് കൊടുത്തത്. സീരീസ് വൈൻഡിങ് എന്ന് പറയാൻ കാരണം, ആ ആക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിന് പാരലും ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഷണ്ട് വൈൻഡിങ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിനും പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ആക്സിലറി സീരീസ് വൈൻഡിങ്ങിനും പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ 2-3 ചെറിയ പാർട്സിൻ്റെ പേരോട് പഠിച്ചു വെക്കുക. ഒന്ന്, സോളിനോയിഡ് സ്വിച്ചിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, അതിനെ ട്രിപ്പ് ലിവർ എന്നാണ് പറയുന്നത്. ട്രിപ്പ് ലിവറിൻ്റെ എൻഡ് വന്ന് നിൽക്കുന്ന ഭാഗത്തിൻ്റെ പറയുന്ന പേരാണ് ട്രിഗർ മെക്കാനിസം എന്ന് പറയുന്നത്. ട്രിഗർ മെക്കാനിസം എന്ന് പറയുന്നത് ട്രിഗറും ട്രിപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ റിലീസും പ്ലേറ്റും കൂടെ ചേർന്നതാണ്. ട്രിഗറും ട്രിപ്പ് പ്ലേറ്റും കൂടി ചേർന്നാൽ ട്രിഗർ മെക്കാനിസം. സാധാരണ ഒരു റൈഫിളിൽ കാണുന്ന പോലത്തെ ട്രിഗർ മെക്കാനിസമാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു റിട്ടേൺ സ്പ്രിങ് കൊടുത്തിരിക്കുന്നു, ആർമേച്ചറിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നതിനായിട്ട്. എപ്പോഴാണോ ആദ്യമായിട്ട് എനർജി ചെയ്യുന്നത് ആ സമയത്ത് ഈ റിട്ടേൺ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് ആർമേച്ചർ ഫീൽഡിന് തൊട്ട് താഴെയായിട്ട് പോയിട്ട് നിൽക്കുന്നത്. ഒന്നുകൂടി ഇതിലെ കമ്പൗണ്ട് പാർട്സ് മനസ്സിലാക്കി വയ്ക്കുക. ഒരു മെയിൻ ഫീൽഡ് കോയിലുണ്ട്, അത് സാധാരണ ഒരു സർക്യൂട്ട് പോലെ തന്നെ ആർമേച്ചറിന് എൻഡ് ടു എൻഡ് ആയിട്ട് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് ആർമേച്ചറിന് സീരീസാണ്, പക്ഷേ മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിന് പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഷണ്ട് ഫീൽഡ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിനും ആക്സിലറി വൈൻഡിങ്ങിനും പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഒരു ട്രിപ്പ് ലിവർ മെക്കാനിസം. ട്രിപ്പ് ലിവർ കൊടുത്തിട്ടുണ്ട്, ട്രിഗർ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ റിലീസിങ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാ കമ്പോണൻസും സാധാരണ ഒരു സ്റ്റാർട്ടർ മോഡലിൽ കാണുന്ന കമ്പോണൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വയറിംഗ് ഡയഗ്രം എങ്ങനെയാണെന്ന് നോക്കാം.
Figure illustrates the electrical circuit of the starter motor which uses 3 field windings. ഇത്തരത്തിലുള്ള സ്റ്റാർട്ടർ മോട്ടറിൽ സാധാരണയായിട്ട് 3 തരത്തിലുള്ള ഫീൽഡ് വൈൻഡിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. The main winding as usual is of thick section and low resistance winding and is connected in series to the armature. മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് സാധാരണ പോലെ ഹെവി സ്ട്രിപ്പായിട്ടുള്ള കോപ്പർ സ്ട്രിപ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഈസ് കണക്റ്റഡ് ടു ദ ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് കണക്റ്റും ചെയ്തിരിക്കുന്നത്. The auxiliary winding is wound with the thinner wire so that it has a relatively high resistance. ആക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത് തിന്നർ വയറായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസും വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇറ്റ് ആൾസോ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ ബട്ട് ഇൻ പാരലൽ വിത്ത് ദ മെയിൻ വൈൻഡിങ്. മെയിൻ വൈൻഡിങ് പോലെ തന്നെ സീരീസ് ആയിട്ട് തന്നെയാണ്, ആർമേച്ചറിന് സീരീസ് ആയിട്ട് തന്നെയാണ് ആക്സിലറി വൈൻഡിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ആക്സിലറി വൈൻഡിങ് മെയിൻ വൈൻഡിങ്ങിന് പാരലലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദ ഷണ്ട് വൈൻഡിങ്സ് ഈസ് ആൾസോ എ ഹൈ റെസിസ്റ്റൻസ് but it is connected in parallel with the armature as well as with the other two windings. ഷണ്ട് വൈൻഡിങ് എന്ന് പറയുന്നത് ആക്സിലറി വൈൻഡിങ് പോലെ ഒരു തിൻ വയർ തന്നെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറിന് പാരലായിട്ടാണ് ഷണ്ട് വൈൻഡിങ് കൊടുത്തിരിക്കുന്നത് ആസ് വെൽ ആസ് വിത്ത് ദ അതർ ടു. ഏതാണ് ഈ അതർ ടു വൈൻഡിങ്സ് എന്ന് പറയുന്നത്? ഒന്ന് മെയിൻ വൈൻഡിങ്, പിന്നെ ഒന്ന് ആക്സിലറി വൈൻഡിങ്. ഷണ്ട് വൈൻഡിങ് കൊടുത്തിരിക്കുന്നത് ആക്സിലറി വൈൻഡിങ്ങിനും മെയിൻ വൈൻഡിങ്ങിനും ആർമേച്ചറിനും പാരലലായിട്ടാണ്. എ 2-stage സോളിനോയിഡ് സ്വിച്ച് മൗണ്ടഡ് ഓൺ ദ സ്റ്റാർട്ടർ ആൻഡ് എനർജൈസ്ഡ് ദ സ്റ്റാർട്ടർ സ്വിച്ച്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2 സ്റ്റേജ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് സ്വിച്ചാണ്. അത് എനർജൈസ് ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടർ സ്വിച്ചിൻ്റെ സഹായത്താലാണ്. ഇതാണ് ഇതിലത്തെ ആക്സിലറി ഷിഫ്റ്റ് ഡ്രൈവ് മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടർ ഡ്രൈവ് മെക്കാനിക്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർമേച്ചർ ഈസ് നോട്ട് മൗണ്ടഡ് ഇൻ പാരലൽ വിത്ത് ദ പോൾ ഷൂ. പോൾ ഷൂസിന് പാരലായിട്ടല്ല അതിൽ റെസ്റ്റ് പൊസിഷനിൽ ആർമേച്ചർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 3 വൈൻഡിങ്സ് ഉണ്ട്. ഒന്ന് മെയിൻ വൈൻഡിങ്, ഒന്ന് ആക്സിലറി സീരീസ് വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത്, മൂന്നാമത്തത് ഷണ്ട് വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സോളിനോയിഡ് സ്വിച്ചിൻ്റെ ഒരു കോണ്ടാക്ട് ചെയ്യുകയും ആക്സിലറി വൈൻഡിങ്ങിൽ കൂടെയും ഷണ്ട് വൈൻഡിങ്ങിൽ കൂടെയും സർക്യൂട്ട് ആർമേച്ചറിൽ കൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി മോട്ടോർ എനർജൈസ് ചെയ്യപ്പെടുന്നു. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആർമേച്ചർ ഷാഫ്റ്റിനെ പോൾ ഷൂസിന് പാരലായിട്ട് കൊണ്ട് നിർത്തുന്നു. ഈ പൊസിഷനിലാണ് സെക്കൻഡറി കോണ്ടാക്റ്റ് ആവുന്നത്. അതിൻ്റെ ഫലമായിട്ട് മെയിൻ ഫീൽഡ് വൈൻഡിൽ കൂടെ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നതും മെയിൻ പാർട്സ് ഓഫ് ദ സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയാം. വെൻ ദ സ്വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ദ ഫസ്റ്റ് പെയർ ഓഫ് കോണ്ടാക്ട് ക്ലോസസ് ബട്ട് ദ സെക്കൻഡ് പെയർ ഈസ് ഹെൽഡ് ഓപ്പൺ ബൈ എ ട്രിഗർ that engages in a slot in the trip lever. Once the pinion is near fully engaged with the ring gear, the trigger allows the second pair of contact to close. ചിത്രത്തിൽ നമ്മളൊക്കെ നേരത്തെ പഠിച്ചിരുന്നു. ഒരു ട്രിഗർ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്, ഒരു ട്രിപ്പ് ലിവറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോണ്ടാക്റ്റ് സമയത്ത് ട്രിപ്പ് ലിവർ ട്രിഗർ മെക്കാനിസത്തിനെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് അതിൻ്റെ സ്ലോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സോളിനോയിഡ് സ്വിച്ചിൻ്റെ ഒരു കോണ്ടാക്റ്റ് ആകുകയും ആക്സിലറി വൈൻഡിങ്ങിൽ കൂടെയും ഷണ്ട് വൈൻഡിങ്ങിൽ കൂടെയും സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും ആർമേച്ചർ പോൾ ഷൂസിന് നേരെ വരികയും പിനിയൻ കറങ്ങിക്കൊണ്ട് എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ഫർദർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എൻഗേജ് ആയിക്കഴിഞ്ഞ ശേഷമുള്ള ഫർദർ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രിഗർ മെക്കാനിസം ട്രിപ്പ് ലിവറിന് ഓവർകം ചെയ്തുകൊണ്ട് റിലീസിങ് ഡിസ്കിൽ നിന്നും വിട്ടുപോവുകയും അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോണ്ടാക്റ്റ് ആകുകയും മോട്ടോർ എനർജൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചിത്രം എ എന്ന് പറയുന്നത് ക്ലോസിംഗ് ഓഫ് ഫസ്റ്റ് കോണ്ടാക്റ്റ്. ചിത്രത്തിൽ ഫസ്റ്റ് കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. ഫിഗർ ഷോസ് ദ ഫസ്റ്റ് പെയർ ഓഫ് കോണ്ടാക്റ്റ് ഈസ് ക്ലോസ്ഡ് വിച്ച് എനർജൈസസ് ദ ആക്സിലറി വൈൻഡിങ്, ഷണ്ട് വൈൻഡിങ്സ് ആൻഡ് ആർമേച്ചർ. ഫസ്റ്റ് കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നുള്ളൊരു സപ്ലൈ ഫസ്റ്റ് കോണ്ടാക്റ്റിലൂടെ കയറി
ആക്സിലറി വൈൻഡിങ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആക്സിലറി വൈൻഡിങ്ങിലൂടെയും ഷണ്ട് വൈൻഡിങ്ങിലൂടെയും ഫീൽഡിലൂടെ കയറി ആർമേച്ചറിൽ വൈൻഡിങ്ങിൽ കൂടെ ഒഴുകി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദ ആർമേച്ചർ റൊട്ടേറ്റ് സ്ലോലി ആൻഡ് മൂവ്സ് ആക്സിലി സോ ദാറ്റ് ഇറ്റ് സെൻറ്റർ ടു ദ ഫീൽഡ് പോൾസ്. അതിൻ്റെ ഫലമായിട്ട് ആർമേച്ചർ വളരെ സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആക്സിലായിട്ട് മൂവ് ചെയ്യുകയും പോൾ ഷൂസിന് സെൻട്രലായിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സൈമൾട്ടേനിയസ്ലി ദ പിനിയൻ ഈസ് സ്ലോലി സ്ലൈഡ് ഇൻ ടു മെഷ് വിത്ത് ദ റിംഗ് ഗിയർ. ഇതിനൊപ്പം തന്നെ റിംഗ് ഗിയർ സ്ലൈഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലൈ വീൽ റിംഗ് ഗിയറുമായിട്ട് മെഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ബി ക്ലോഷർ ഓഫ് സെക്കൻഡ് കോണ്ടാക്ട്. സെക്കൻഡ് കോണ്ടാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുകയെന്ന് നോക്കാം. വെൻ ദ പിനിയൻസ് മൂവ് ഓഫ് ഇറ്റ്സ് ഫുൾ എൻഗേജ്മെൻറ്റ്, പിനിയൻ ഫ്ലൈ വീലുമായിട്ട് ഫുള്ളായിട്ട് എൻഗേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിലീസ് ഡിസ്ക് ഓർ ട്രിപ്പ് പ്ലേറ്റ് ഓൺ ദ ആർമേച്ചർ സ്ട്രൈക്സ് ദ ട്രിഗർ സോ ദാറ്റ് ദ ട്രിപ്പ് ലിവർ ക്ലോസസ് ദ സെക്കൻഡ് പെയർ ഓഫ് കോണ്ടാക്ട്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് റിലീസിങ് ഡിസ്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഡിസ്ക് എന്ന് പറയുന്ന ഡിസ്കിനെ ഓവർകം ചെയ്തുകൊണ്ട് ട്രിഗർ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഫലമായിട്ട് ട്രിപ്പ് ലിവർ എന്ന് പറയുന്നത് സെക്കൻഡറി കോണ്ടാക്റ്റിനെ കോണ്ടാക്റ്റ് ആകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നൗ കറണ്ട് പാസിംഗ് ത്രൂ ദ മെയിൻ വൈൻഡിങ്സ് കോസിങ് ദ മോട്ടർ ടു ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ ടോർക്ക്. അതിൻ്റെ ഫലമായിട്ട് മെയിൻ വൈൻഡിങ്ങിൽ കൂടി ഒഴുകുന്ന കറണ്ട് ആർമേച്ചർ കോയിലിൽ കൂടെയും മെയിൻ ഫീൽഡ് വൈൻഡിൽ കൂടി ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് മോട്ടർ റൊട്ടേറ്റ് ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് ഫുൾ ടോർക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു. ഇങ്ങനെ എൻജിൻ സ്റ്റാർട്ടായെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വെൻ ദ എൻജിൻ സ്റ്റാർട്ട്സ് ആൻഡ് ഓപ്പറേറ്റ് ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ട് എൻജിൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഉറപ്പായാൽ നമ്മൾ സ്റ്റാർട്ടർ സ്വിച്ച് ഓഫ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ദ പിനിയൻ ഡീമെഷ്ഡ് ആൻഡ് ദ ആർമേച്ചർ റിട്ടേൺ ബാക്ക്. അതായത് ഫീൽഡ് വൈൻഡിൽ കൂടി ആർമേച്ചറിൽ കൂടെയുള്ള സപ്ലൈ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും പിനിയനും ആർമേച്ചറും റിട്ടേൺ ബാക്കിലേക്ക് വരികയും ചെയ്യുന്നു. ദ പിനിയൻ ജോയിൻസ് ടു ദ ഫ്ലൈ വീൽ ത്രൂ എ സ്മാൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ച്. കുറച്ചുകൂടെ ഹെവിയർ ടൈപ്പ് ആയതുകൊണ്ട് ഓവർ റണ്ണിങ് ക്ലച്ച് എന്ന് പറയുന്നത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെ സഹായത്താലാണ്. അത് വൺ വേ ക്ലച്ചാണ്. പിനിയനിൽ നിന്നും ഡ്രൈവ് ഫ്ലൈ വീലിലേക്ക് അനുവദിക്കുകയും അല്ലെങ്കിൽ ആർമേച്ചറിൽ നിന്ന് ഡ്രൈവ്, ആർമേച്ചർ ഷാഫ്റ്റിൽ നിന്നും ഡ്രൈവ് പിനിയനെ ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കുകയും തിരിച്ച് ഫ്ലൈ വീലിൽ നിന്നും ഡ്രൈവ് ആർമേച്ചർ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള, അതായത് വൺ വേ ക്ലച്ച് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പിനിയൻ joins to the flywheel through a small multiplate clutch. It disengages the pinion when the engine starts and tends to drive the pinion faster than the armature. ഏതെങ്കിലും ഒരു അവസരത്തിൽ പിനിയൻ ആർമേച്ചർ ഷാഫ്റ്റിനെ കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസരമുണ്ടെങ്കിൽ ആ അവസരത്തിൽ ഈ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത് പിനിയനെ ആർമേച്ചർ ഷാഫ്റ്റുമായിട്ട് ഡിസെൻഗേജ് ചെയ്യുന്നു. സോ ദ ആർമേച്ചർ ഈസ് പ്രിവെൻറ്റഡ് ഫ്രം ഡാമേജ് ബൈ എക്സസീവ് സ്പീഡ്. ഇങ്ങനെ ആർമേച്ചർ ഷാഫ്റ്റിനെയും ഫീൽഡ് ആർമേച്ചറിൻ്റെ വൈൻഡിങ്ങിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു ആക്സിൽ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിൽ ഏകദേശം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, NME പ്രകാരമുള്ള ഏകദേശം പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 ക്ലാസ്സുകളും വളരെ വ്യക്തമായി ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.